ആപ്കി മർസി ഹേ, ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആപ്കി മർസി ഹേ, നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറയും. മർസി എന്ന് പറയും ഇഷ്ടം, അത് അറബി വേർഡാണിത്. മർസി സെ ബാത് കർണാവും, ഞാൻ തൃപ്തിയോടുകൂടെ. റിള, മർദിയ എന്നൊക്കെ അറബി വേർഡാണ്, അതിൽ നിന്ന് വന്നതാണിത്. ഓക്കെ, അങ്ങനത്തെ 10 വേർഡ് കൂടി നമ്മളിത് പഠിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്, നമ്മൾ ഇത് അറിവ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അതുപോലെ പറയും ഷരീഫ് ആദ്മി ഹേ, ये बहुत ഷരീഫ് ആദ്മിയ, ഇയാളൊരു മഹത്തായ വ്യക്തിയാണ്, മഹാനായ വ്യക്തി. ഷരീഫ്, ഷറഫ് എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ്. ക്യാ ഷറഫ് ഹെ ഇസ്ക, ഇൻക ഷറഫ് ക്യാ ഹെ എന്ന് പറയും, ഷറഫ്. ഓക്കെ, അപ്പോൾ ഷറഫ് ഷരീഫ് എന്നതും അതിൽപ്പെട്ടതാണ്. മറ്റൊന്ന് നസീബ് കി ബാത്ത്, അതൊക്കെ ഭാഗ്യമാണ്. കിസ്മത്ത് എന്ന് പറയുന്നത്, കിസ്മത്ത് കി ബാത്ത്, കിസ്മത്ത് എന്ന് പറയുന്നത് ഭാഗ്യം എന്നാണ്. അത് തന്നെ നസീബ്, നസീബ് എന്ന് അറബി വേർഡാണ്, അതിൽ നിന്നാണ് നസീബ് കി ബാത്ത്. അതുപോലെ ഖത്തർനാക്ക് എന്ന് പറയും. ഇപ്പം നിങ്ങൾ ഇലക്ട്രിക്കൽ പിടിക്കാൻ പോകുമ്പോൾ ബൈസാ ബൈസാ മത് ലഗാവോ, ഹാത്ത് മത് ലഗാവോ, ഈ ഖത്തർനാക്ക്, ഖത്തർനാക്ക് എല്ലാ ബിജിലിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഖത്തർ എന്ന് പറയുന്നത് അപകടം എന്നാണ്. ഈ ഖത്തർ എന്ന് പറഞ്ഞാൽ അപകടം, ഖത്തർ എന്നാണ്, ഖ എന്നാണ് കേട്ടോ. ഓക്കെ, മറ്റൊന്ന് ഇലാജ്, ട്രീറ്റ്മെൻറ്റ്. മുജേക്ക് ഇലാജ് ജറൂരി ഹേ, ഇപ്പൊ ജറൂരി എന്ന് പറയുന്നത് തന്നെ ഇലാജ്, ട്രീറ്റ്മെന്റ്, ജറൂരി. അത് ദറൂരി എന്നതിൻ്റെ അറബി വേർഡിന് ഹിന്ദി ഉറുദുവിലേക്ക് വന്നപ്പോൾ ദറൂരി, ജറൂരി എന്നാവുകയാണ്. ഓക്കെ, അതുപോലെ പറയാം ദഫ, കിത്തന ദഫ, അതൊരു ഉറുദുവിൽ നിന്ന് അറബിയിലേക്ക് വീണ്ടും വന്ന, അറബിയിൽ നിന്ന് ഉറുദു പിന്നെ ഹിന്ദിക്ക് എത്തിയ ദഫ, കിത്തന ദഫ. അതിൽ കിത്തന ബാർ എന്ന് പറയും, കിത്തന മർത്തബ എന്നാണ് പ്യൂർ ഉറുദുവിലൊക്കെ പറയും. എന്തായാലും ദഫ, 10 ദഫ, കോൺസെ ദഫ എന്ന് പറയും. ദഫ എന്ന് പറയുന്നത് അതിൻ്റെ എത്ര എണ്ണം, എത്ര തവണ എന്നർത്ഥത്തിനാണ്. വേറൊന്ന് ഉമ്ർ, കിത്തന ഉമ്ർ, അമാര ഉമ്ർ ക്യാ ഹെ, ഉമ്ർ എന്ന് പറഞ്ഞാൽ വയസ്സ് എന്നാണ് ഉമ്ർ. ഓക്കെ, ഉമ്ർ അതും അറബി വേർഡാണ്, അതിൽ നിന്ന് വന്നതാണ് ഉമ്ർ. അമാര ഉമർ, അമാരി ഉമർ, മേരി ഉമർ, അവിടെ അത് ഫെമിനൻ വേർഡാണ്, മേരി ഉമർ എന്ന് പറയണം. ഓക്കെ, ദുഃഖാൻ, ദുഃഖാൻ എന്ന് പറഞ്ഞത് സാധാരണക്കാർ അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, ദുഃഖാൻ എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ തമന്ന, മർസി എന്ന് ഞാൻ പറഞ്ഞു, അതിൽപ്പെട്ട ഒന്നാണ് യേ മേരി തമന്ന ഹേ, ഇതാണ് എൻ്റെ ആഗ്രഹം. തമന്ന, ആപ്കോ ക്യാ തമന്ന ഹേ, നിങ്ങളുടെ അങ്ങേറ്റത്തെ അഭിലാഷങ്ങൾക്ക് തമന്ന എന്ന് പറയും. യേ തമന്ന ഹേ, എത്ര ഫേമസ് ആയ പാട്ടുണ്ട് തമന്ന എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇതും നിങ്ങൾ ആ ഒരു ലിസ്റ്റിൽ എഴുതി വെക്കുക. അങ്ങനെ എല്ലാ ഭാഷകളും നമ്മൾ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം. ഹിന്ദി ഭാഷ ഹിന്ദിക്കാരെ പോലെ സംസാരിക്കുവാൻ ഇത്തരം വാക്ക് നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹിന്ദി ഭാഷയിലെ ഹിന്ദി യൂണിയൻ അക്കാഡമി നടത്തുന്ന കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. ബഹുത് ധന്യവാദ്, ശുക്രിയ.